നമസ്കാരം. D2D ടോക്സ് ഇന്ന് ബിനുവാണ്. കഴിഞ്ഞ എപ്പിസോഡ് ശ്രീറാം സാറുമായിട്ട് നമ്മളൊരു നല്ലൊരു അടിപൊളി എപ്പിസോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് എൻക്വയറീസ് വന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എപ്പിസോഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് കിട്ടിയ കമൻസിൽ കുട്ടികൾക്കുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ശ്രീറാം സാറിനെ ഞാൻ ഇന്ന് നമ്മുടെ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഈ കോൺഫിഡൻസ് ഇല്ലായ്മ കാണപ്പെടുന്നത്? ഈ കോൺഫിഡൻസ് ഇല്ലായ്മ കുഞ്ഞുനാളിൽ മുതലേ കുഞ്ഞുങ്ങളിൽ നമ്മളായിട്ട് പാരൻസ് ആയിട്ടാണ് അത് നമ്മൾ ഇല്ലാതെ ആക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ കുഞ്ഞ് ഒരു കാര്യം എടുത്ത് ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഇടത്തിരുന്ന് തുടങ്ങിയാണ് കുഞ്ഞുങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നമ്മൾ നശിപ്പിച്ച് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, കുഞ്ഞ് സ്വന്തമായിട്ട് സൈക്കിളിൽ കയറി ഇരുന്ന് സൈക്കിൾ ചവിട്ടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? പേടിച്ചിട്ട് വീഴുമെന്ന് ചെന്ന് പറഞ്ഞ് കുഞ്ഞെ സൈക്കിളിൽ കയറാൻ വിടാതെ നമ്മൾ പിടിച്ചിരുത്തും. ഇവിടെയാണ് സെൽഫ് കോൺഫിഡൻസിന്റെ കുറവ് വന്നു തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞ് സൈക്കിളിൽ കയറിയാൽ ചിലപ്പോൾ വീഴുമ്പോഴത്തേക്ക് അത് തല ഇടിക്കാതെ നോക്കുന്നത് മാത്രമാണ് നമ്മുടെ ജോലി. ആ സൈക്കിളിൽ കുഞ്ഞ് തന്നെ കയറണം. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ സെൽഫ് കോൺഫിഡൻസ് കുറയുന്നതിന്റെ റീസൺ നമ്മുടെ ഭയമാണ്. പാരന്റ്സിന്റെ ഭയമാണ് കുഞ്ഞുങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നശിക്കാനുള്ള കാര്യം. പിന്നെ അവർക്ക് ഒരു തരത്തിലുള്ള ടാസ്കുകളും കൊടുക്കാറില്ല. എപ്പോഴും അവര് ഒരു കാര്യം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ തൊട്ടടുത്ത ഷോപ്പിൽ ചെന്ന്, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ തൊട്ടടുത്ത ഷോപ്പിൽ ചെന്ന് നമ്മൾ കുഞ്ഞിലേ ചെന്ന് നമ്മൾ ഓടിച്ചെന്ന് അല്ലെങ്കിൽ സൈക്കിളിൽ ചെന്ന് സാധനം വാങ്ങിച്ചിട്ട് വരും. ഇന്ന് പുറത്തുപോയ വണ്ടി ഇടിക്കും എന്നുള്ള ഭയം, നമ്മുടെ പാരന്റ്സിന്റെ ഭയം കുഞ്ഞുങ്ങളിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഇതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴാണ് അവരിൽ കുറച്ചായിട്ട്, ഇതൊന്നും അപ്പം എഫക്ട് ചെയ്യത്തില്ല, നമ്മളെല്ലാം സിമ്പിളായിട്ട് പറഞ്ഞു വിടും, നമ്മൾ സിമ്പിളായിട്ട് ചെന്ന് കാണും. ഇത് ആഫ്റ്റർ ഒരു അഡോളസെന്റ് ഏജിലൊക്കെ കുഞ്ഞുങ്ങൾ എത്തുമ്പോഴാണ് ഇവരുടെ ഈ സെൽഫ് കോൺഫിഡൻസ് ഇഷ്യൂ അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഇഷ്യൂസ് നമ്മൾ കണ്ടു തുടങ്ങുന്നത്. അതെ, അതായത് ഈ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയാണോ ആൾക്കാരുടെ അടുത്ത് ഇടപെടാനുള്ള പ്രശ്നങ്ങള്, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാൻ വിമുഖത, അതൊക്കെ? അതെ, ഇപ്പോ നമുക്കിപ്പോ തമ്മിൽ സംസാരിക്കാനായിട്ട്, സാറുമായിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കൊരു, നമ്മൾക്ക് അതിന്റെ 100 അറിയാം അല്ലെങ്കിൽ ഒരു 80 എങ്കിലും നമുക്ക് അറിയാം എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മൾ ആ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു സംശയം നമുക്കുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എപ്പോഴും ഈ സെൽഫ് കോൺഫിഡൻസ് കുറവായിട്ടുള്ളവര് ഈ ഒരു സംശയം, ഇത് ശരിയാകുമോ, ശരി തന്നെയാണോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള, ഇതൊക്കെ എവിടെയാണ് അവർക്ക് കിട്ടിയത്? കുഞ്ഞിലെയാണ് കിട്ടിയത്. എല്ലാത്തിനും പാരന്റ്സിന്റെ ഒരു ഇംപ്രഷൻ വേണം. എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്നത് ശരിയാണ്, ഓക്കെ യു ഡു എന്നുള്ള ഒരു കമന്റ് അവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. എന്നാൽ അവരത് 100% നന്നായിട്ട് ചെയ്യും. പക്ഷെ ലൈഫ് ലോങ് അത് കിട്ടണം എന്നുള്ളതില്ല. അപ്പൊ അവരെ ആബ്സെൻസിൽ അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത് ഞങ്ങളുടെ കൊടുക്കത്തില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉള്ളിലൊരു പേടിയാണ് എപ്പോഴും. അത് ശരിയായിട്ട് വരുമോ, അത് ഞാൻ ചെയ്താൽ അത് കറക്റ്റ് ആയിരിക്കുമോ? കാരണം പണ്ട് തൊട്ടേ അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ അപ്രിസിയേഷൻ കൊടുത്തോണ്ടിരിക്കുന്ന സാധനമായിരിക്കും. അല്ലെങ്കിൽ ഇത് നീ ചെയ്തത് കറക്റ്റ് ആണ്, ആ ഒരു വേർഡ് അവിടെ കിട്ടാത്തതുകൊണ്ട് അവർക്കൊരു കോൺഫിഡൻസ് വർദ്ധിച്ചു. അതെ അതെ അതെ, അത് സ്കൂളുകളിലും ആവാം അല്ലെ, ടീച്ചേഴ്സിന്റെ ആവാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നീ ഇങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ മാത്സിന് പൊട്ടും എന്നുള്ള ടീച്ചറിന്റെ ഒരു ചെറിയ കമന്റ് മതി ആ കുട്ടിക്ക് ഞാൻ പൊട്ടോ എന്നുള്ള ഒരു തോട്ടിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയില്ല എന്നുള്ള അങ്ങനത്തെ കേസസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പറയുന്ന വേർഡ്സ് ആണ്. ശരിക്കും നമ്മുടെ ഒരു വേർഡ് മതി വേറൊരാളുടെ മനസ്സമാധാനം ഇല്ലാതാക്കാൻ. അതപ്പോ എപ്പോഴും സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ടീച്ചേഴ്സിന് സൈക്കോളജി, BEd സൈക്കോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്ട് പഠിച്ചിട്ടാണ് ടീച്ചേഴ്സ് വരുന്നത്. പക്ഷെ നമ്മുടെ പാരന്റ്സ് ഒന്നും സൈക്കോളജിയിൽ അല്ല പഠിച്ചിട്ട് വരുന്നത്. സോ ഈ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം കുഞ്ഞുങ്ങളുടെ ഗ്രോത്തും അവരുടെ മെന്റൽ ഹെൽത്തും നന്നായിരിക്കും. നമുക്ക് അറിയാൻ പറ്റുമോ കുട്ടിയെ കോൺഫിഡൻസ് ഇല്ലായ്മ കുട്ടി എങ്ങനെയാണ് ഇപ്പൊ ഒരു പേരന്റിന് മനസ്സിലാക്കാൻ പറ്റുമോ? ഞങ്ങളുടെ എന്റെ ആ ചാനലില് 2-3 പേര് സംശയം പറഞ്ഞിരുന്നു. അപ്പം നമ്മള് ട്രെയിനിങ് ഒക്കെയാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ശ്രീറാമന്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് എങ്ങനെ കുട്ടികൾ കോൺഫിഡന്റ് അല്ല എന്ന് ചിലവര് വെറുതെ പറയുന്നതായിരിക്കും, ചിലവർക്ക് സ്വാഭാവിക ഡൗട്ട് ഉണ്ട്. എന്തെങ്കിലും സിംറ്റംസ് കുട്ടികൾ കാണിക്കും? അവരെപ്പോഴും പാരന്റ്സിന് ഡിപ്പെൻഡ് ചെയ്യും. പാരന്റ്സ് അല്ല വേറെ ആരെങ്കിലും അവരത് എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് സെൽഫായിട്ട് അത് ചെയ്യാം. അത് നമ്മൾ പണ്ട് ഏത് കാര്യത്തിനാണോ അവർക്ക് ആ കോൺഫിഡൻസ് കുറച്ചത്, ആ കാര്യത്തിനായിരിക്കും ചിലപ്പോൾ അവര് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ചിലപ്പോൾ ഇപ്പോൾ പഠിക്കാൻ
ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നതിന്റെ മീനിങ് തന്നെ ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യാനുള്ള ധൈര്യം എന്നല്ലേ അതിൽ വരുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാനിരിക്കുന്ന സമയത്ത് അത് ഇങ്ങനെയല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം. ഒരു കുഞ്ഞൊരു ടോയ് വെച്ച് ഒരു നമ്മുടെയൊക്കെ പസിലുണ്ടല്ലോ, പസിൽസ് വെച്ചിട്ട് കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാരന്റ് എന്നിട്ട് പെട്ടെന്ന് പറയും, മക്കളെ ഇത് ഇങ്ങനെയല്ല കളിക്കുന്നത്, ഇത് ഇങ്ങനെയാണ് ബിൽഡിംഗ് ബ്ലോക്സ്, ഇങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞ് അച്ഛൻ വെച്ചു കൊടുക്കും അല്ലെങ്കിൽ അമ്മ വെച്ചു കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞ് അത് ഇങ്ങനെയാണ് വെക്കേണ്ടതെന്ന് 10 തവണ തെറ്റായിട്ട് ചെയ്യുമ്പോഴാണ് കുഞ്ഞ് അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് പഠിക്കുന്നത്. ശരിക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് അവിടെ ഡെവലപ്പ് ആവുന്നത് ഒഴിച്ച് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അല്ല അവിടെ ഡെവലപ്പ് ആവുന്നത്. എല്ലാത്തിലും ഇടപെടെയാണ് പൊസസീവ്നെസ് നമ്മുടെ ഭയവും. ഇപ്പോഴത്തെ കാലത്ത് പണ്ട് നമ്മള് പൊക്കോണ്ടിരുന്ന സമയത്ത് കടയിൽ പോകുമ്പോഴത്തേക്ക് വണ്ടികൾ കുറവായിരുന്നു എന്ന് ഇപ്പൊ പാരന്റ്സ് പറയാറുണ്ട്. പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെയാണോ? ഇഷ്ടം പോലെ വണ്ടികളില്ലേ? ഈ അതാത് ഏജുകളിൽ അതാത് കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കുഞ്ഞുങ്ങൾ ഫോളോ ചെയ്താലേ അവരെ ഫിസിക്കൽ ഹെൽത്ത് വളരുന്നതിനനുസരിച്ച് അവരെ മെന്റൽ ഹെൽത്തും വളരത്തുള്ളൂ. കടയിൽ ചെന്ന് സാധനം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ആ കുട്ടി വീട്ടിൽ നിന്ന് കട വരെ പോകണം. സോ ആ കുട്ടിക്ക് ഡയറക്ഷൻ അറിയണം, കടയിൽ ചെന്ന് എന്ത് സാധനം വാങ്ങണമെന്നുള്ളത്. അപ്പൊ അമ്മ 5 സാധനം പറഞ്ഞു വിട്ടെങ്കിൽ 5 സാധനം മെമ്മറൈസ് ചെയ്ത് വെക്കണം. എന്നിട്ട് അവിടെ ചെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് കാശ് കൊടുക്കണം. കാശ് കൊടുക്കുമ്പോൾ കൊടുത്ത കാശിന് റിട്ടേൺ കിട്ടണം. സോ അവിടെ എത്ര തിരിച്ചു കിട്ടണം എന്നുള്ള കാൽക്കുലേഷൻ കുട്ടി അറിയണം. അപ്പോൾ 3 കാര്യങ്ങളെയാണ് നമ്മൾ ഒരു കാര്യം തടയുമ്പോഴത്തേക്ക് അവിടെ കുഞ്ഞിനില്ലാതെ ആകുന്നത്. ഇങ്ങനെയാണ്. ഇതുകൊണ്ടാണ് ഇപ്പോഴത്തെ പല ഫാമിലി ഇഷ്യൂസിനും ഈ ഒരു റീസൺ വരാനുള്ള. ഇതൊന്നും ചൈൽഡ്ഹുഡിൽ ഒരു തരത്തിലും എഫക്ട് ചെയ്യുന്നില്ല. ഇതൊക്കെ ഒരു 20-30 ഒക്കെ ആവുമ്പോഴാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു വീട് വിട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിക്കും, ആ സമയത്താണ് അവർക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോഴാണ് അവർ ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും? ചില മാതാപിതാക്കൾ നമുക്കൊരു ക്ലൂ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും? കുട്ടി കോൺഫിഡന്റ് അല്ല എന്ന് അവർക്ക് ചിലവര് വെറുതെ കമ്പാരിസൺ പറയും, അപ്പുറത്തെ കുട്ടിയുടെ കൂട്ടി എന്റെ കുട്ടി കോൺഫിഡന്റ് അല്ല. അതല്ല, ശരിക്കും ഒരു കുട്ടി കോൺഫിഡന്റ് അല്ല എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് നമ്മൾ നോക്കേണ്ട ഒറ്റ കാര്യം, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ കുഞ്ഞിന്റെ എല്ലാ കാര്യത്തിനും. കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സിന് മേളിലായിട്ടും ആ കുഞ്ഞ് 10 വയസ്സിന് താഴെയൊക്കെ കുഞ്ഞ് ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ നമ്മളെ പല കാര്യത്തിനും. 10 വയസ്സിന് മേളിലൊക്കെ ആയിട്ടും കുഞ്ഞ് നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. ഈ കുട്ടികൾക്ക് മടി വരുന്നത് ആണല്ലേ? അതാണ്, എല്ലാം ചെയ്യാനൊരു മടി, ഒന്നും ചെയ്യാനൊരു താല്പര്യമില്ല. എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോ അവര് ചെയ്യേണ്ടതായിട്ടൊന്നും വരുന്നില്ലല്ലോ. നമ്മള് ശരിക്കും 10 വയസ്സ് വരെ എല്ലാം ചെയ്തു കൊടുക്കും. 11ാമത്തെ വയസ്സിൽ കുഞ്ഞുങ്ങൾ എത്തിയിട്ട് പറയും, ഇന്ന് തൊട്ട് നീ വീട്ടുജോലി ചെയ്തു തുടങ്ങണം. കുഞ്ഞുങ്ങൾ ചെയ്യില്ല. കാരണം അവര് 10 വർഷം സൂചിച്ചിരുന്നു. 11ാമത്തെ വർഷം ഒരു സഡൻ ചേഞ്ച് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എപ്പോഴും പാരന്റ്സ് ചെയ്യേണ്ട കാര്യം കുറച്ചായിട്ട് ടാസ്കുകളായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ബെഡ്ഷീറ്റ് മടക്കി വെക്കാൻ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അവന്റെ ടോയ് എടുത്തു കഴിഞ്ഞാൽ ആ ടോയ് തിരിച്ചു കൊണ്ട് വെക്കാൻ പറയാം. ഇല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ആദ്യം ചെയ്യുന്നില്ലെങ്കിൽ ഇതൊരു കളിയുടെ രൂപത്തിൽ ചെയ്യാം. അപ്പൊ അതൊരു ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമുക്കിപ്പോ കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ കുറച്ച് ടിപ്സ് ആയിട്ട് ചോദിക്കാം. അപ്പൊ അതാണ് ശ്രീറാം പറഞ്ഞത്, കുട്ടികൾക്ക് ചെറിയ ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാമെന്നുള്ളത്. ഒരു എക്സാമ്പിൾ ആയിട്ട് എന്താ പറയാ? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം വീട്ടില് ഇപ്പോ നമ്മള് കുഞ്ഞിന് വെള്ളം കൊടുക്കുന്നു. വെള്ളം കൊടുത്ത ഗ്ലാസ് കിച്ചണിൽ കൊണ്ട് വെക്കാൻ പറയാം. അങ്ങനെ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന എക്സാമ്പിൾ ഇത് തന്നെയാണ്. ഷോപ്പില് കുഞ്ഞുങ്ങളെ പുറത്തെ സോഷ്യലുമായിട്ട് കുഞ്ഞുങ്ങളെ ബന്ധപ്പെടുത്തുക. അവിടെ പോകുമ്പോൾ തന്നെ 5 പേര് ചിലപ്പോൾ നിൽക്കുമായിരിക്കും. നമ്മൾ 6ാമത്തെ ഒരാളായിട്ട് ക്യൂ നിന്ന് വേണം സാധനം വാങ്ങാനെന്നുള്ള പലതരത്തിലുള്ള അഡ്വാൻറ്റേജസ് ആണ് നമ്മളൊരു ഷോപ്പിൽ ചെന്നൊരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനത്തെ മെത്തേഡ്സ് ഇത് ചെയ്യുക. പിന്നെ കുഞ്ഞുങ്ങളിൽ ഇപ്പൊ നമ്മൾ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷർട്ടിന്റെ ബട്ടൺസ് ഇതൊക്കെ അവരെ തന്നെ ഇടാനും ഊരാനും പഠിപ്പിക്കുക. അല്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തോണ്ടിരിക്കരുത്. ഇൻ കേസ് അവർ താഴെ വീണു എന്നുണ്ടെങ്കിൽ അവര് സ്വയം എണീക്കണം. നമുക്ക് ആ കുഞ്ഞിനെ എണീറ്റതിന് ശേഷം നമുക്ക് അടുത്ത് എന്താന്നുള്ളത് നോക്കാം. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അത് ഒരു വലിയ വീഴ്ചയല്ല. സോ ആ കുട്ടി എണീക്കട്ടെ. അവിടെയും നമ്മുടെ ഹെൽപ്പ്, ഒരു 3rd ഹാൻഡ് അവിടെ എത്തുമ്പോഴാണ് ആ കുട്ടികളുടെ 2 ഹാൻഡും വർക്ക് ആവാതാവും. മനസ്സിലായി. ഒരു ടിപ്പ് നമ്മൾ പറഞ്ഞത് കുട്ടികൾക്ക് ടാസ്കുകൾ കൊടുക്കുക, അല്ലെ, എൻകറേജ് ചെയ്യുക, തെറ്റ് വരുത്തട്ടെ, അപ്പൊ പിന്നെ വേണമെങ്കിൽ ഗൈഡ് ചെയ്ത് കൊടുക്കുക. അതെ. പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പാരന്റ്സിന് സമയമില്ല എന്ന് പറയുന്നത് കൊണ്ട് പറയുകയാണ്,
സ്പെൻഡ് സം ടൈം വിത്ത് ചിൽഡ്രൻ. അത് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ചെന്നിട്ട് കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുമ്പോൾ അവര് എല്ലാ കാര്യങ്ങളും പറയാൻ തയ്യാറായിട്ടായിരിക്കും അവര് വരുന്നത്. അത് കേൾക്കാൻ കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കുക. ഈ മാറ്റിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഈ ഇടയ്ക്ക് ഒരു കേസ് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാൻ കേൾക്കാറുണ്ട്, കുഞ്ഞുങ്ങൾ പറയുന്ന എല്ലാം ഞാൻ കേൾക്കാറുണ്ട്, അവൻ വന്ന എല്ലാ ദിവസവും എൻ്റെ അടുത്ത് പറയും. ഓക്കെ, അപ്പൊ ഞാൻ കുഞ്ഞിന്റെ അടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ, അച്ഛൻ എല്ലാം കേൾക്കും സർ, പക്ഷെ കയ്യിൽ ഫോണ് കാണും, അച്ഛൻ ഫോണിലാണ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഒരു ക്വാളിറ്റി ടൈം ഇതൊരു കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ അടുത്തുള്ള ഒരു ട്രസ്റ്റും അവരുടെ അടുത്തുള്ള ട്രസ്റ്റും അവരെ എല്ലാ പ്രശ്നങ്ങളും അവർ പറഞ്ഞു എന്നുള്ള ഒരു ഇതും അവരിൽ ഡെവലപ്പ് ആവും. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ വൈറ്റ് പേപ്പർ പോലെയാണ്. അവിടെ നമ്മൾ എന്ത് വരയ്ക്കുന്നോ അതേ ആ പേപ്പറിൽ കാണത്തുള്ളൂ. അതില് നമ്മൾ നന്നായിട്ട് വരച്ചാൽ, നല്ല കഴിവുള്ളവൻ വരച്ചു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു പടമാവും. വരയ്ക്കാൻ അറിയാതെ അത് വരച്ചു കഴിഞ്ഞാൽ അത് വേസ്റ്റുമാവും. കുട്ടികൾ എപ്പോഴും നമ്മളിന്ന് കേട്ടല്ല പഠിക്കുന്നത്, നമ്മളെ കണ്ടാണ് അവർ പഠിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ്, ചിൽഡ്രൻസ് ആർ ലൈക്ക് മിറർ ആൾസോ. നമ്മുടെ റിഫ്ലക്ഷൻ ആണ് അവർ. നമ്മൾ നല്ലത് ചെയ്ത് കുട്ടികളെ കാണിച്ചാൽ കുട്ടികളും അതേപോലെ ഫോളോ ചെയ്ത് മനസ്സിലായി. ശരിക്കും ഒരു വേസ്റ്റ് ബിന്നിൽ നമ്മൾ പേപ്പർ ഇട്ട് പഠിപ്പിച്ചാൽ കുഞ്ഞുങ്ങള് വേസ്റ്റ് ബിന്നിൽ പേപ്പർ ഇട്ട് പഠിക്കും. പിന്നെ കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മൾ വീട്ടിലേക്ക്, ഇപ്പൊ പാരന്റ്സ് വീട്ടിലേക്ക് കയറി വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഈ സെൽഫ് കോൺഫിഡൻസ് കുറവുണ്ടെന്ന് തോന്നുന്ന കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്രീഷിയേറ്റ് ചെയ്ത് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവർ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്രീഷിയേറ്റ് ചെയ്ത് ആ കുഞ്ഞുങ്ങളിലെ ആ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുക. എന്നെ കൊണ്ട് പറ്റും, ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നതിന് എനിക്ക് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കറക്റ്റ് ആണ് എന്ന് കുഞ്ഞിന് തോന്നുന്ന സമയം തൊട്ട് കുഞ്ഞിന് സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ആകും. ഇല്ലാത്ത പക്ഷം ഫ്യൂച്ചറിൽ ഇവര് ജോബ് സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് ഒരു ജോബിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല, അവർ ചെയ്യുന്ന ഒരു കാര്യത്തിലും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അവർക്കൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് എല്ലാ സൈഡിൽ നിന്നും അവർക്ക് വേണം. അത് ഇന്നത്തെ ലോകത്ത് അത് എത്രമാത്രം പറ്റുമെന്നുള്ളത് അറിയില്ല. സോ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർക്ക് അവരെ കാര്യം അവർക്ക് നോക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഒബ്സർവ് ചെയ്ത കുഴപ്പം ഒന്നും ചെയ്യത്തില്ല, അതാണ് ലേസിനെസ് ആയിട്ട് വരുന്നു. വേറെ എങ്ങനെ ഒരു മാതാപിതാക്കൾ മനസ്സിലാക്കി കുട്ടിക്കും കോൺഫിഡൻസ്, ആൾക്കാരോടുള്ള ഇടപെടാനുള്ള സോഷ്യൽ വിഡ്രോവല്, ഒരിടത്തും പോവാതെ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോഴത്തേക്ക്, ഇപ്പൊ ഈ ഇതിന്റെയൊക്കെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഫിയർ ഉണ്ടാവാം. ഇപ്പോ സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ള ഈ കോൺഫിഡൻസ് കുറവ് നമുക്കൊരു ഫിയർ ഫാക്ടർ ആയിട്ട് കൂടെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പൊ ഒരാൾക്ക് ഒരു വീട് കെട്ടാൻ അറിയില്ല, അയാൾ എങ്ങനെയൊക്കെയോ ഒരു വീട് കെട്ടി, അയാളുടെ ഉള്ളിൽ എപ്പോഴും ഒരു പേടി കാണും, ഈ വീട് മറിഞ്ഞു വീഴോ. മനസ്സിലായി. ഇത് സെൽഫ് കോൺഫിഡൻസ് പ്ലസ് ഫിയർ ആണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, മാതാപിതാക്കൾ ശ്രമിക്കുന്ന, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ടാസ്ക് ഒക്കെ നമുക്ക് കൊടുക്കാം, കുട്ടികളൊന്നും ചെയ്യുന്നില്ല, മടിയാണ്, അല്ലെങ്കിൽ നമ്മളോട് കയറുകയാണ്, ഞാൻ എന്തിനു ചെയ്യണം, താങ്കളുടെ അപ്പന്റെ അല്ലെങ്കിൽ അമ്മയുടെ ജോലിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അസസ് ചെയ്യാം അല്ലെ, കോൺഫിഡൻസ് ഇല്ലായ്മയാണെന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാം അല്ലെ. ഇത് ഈ ഇപ്പൊ സാറ് പറഞ്ഞതാണ് കുട്ടികൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ അത് തിങ്ക് ചെയ്യും, എന്തുകൊണ്ട് കുട്ടികൾ അങ്ങനെ പറഞ്ഞു. അപ്പോ എന്ന് പറഞ്ഞാൽ ഇത് അപ്പന്റെ അമ്മയുടെയും ജോലി അല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എങ്ങനെയാ ഇത് അപ്പന്റെ അമ്മയുടെയും ജോലി ആയത്, അതെങ്ങനെ കുട്ടി അങ്ങനെ ചിന്തിച്ചു എന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസിന് ഉത്തരം വേണം. അപ്പൊ കുഞ്ഞിലെ അത് പഠിപ്പിച്ചിട്ടില്ല. കുഞ്ഞിലെ പറഞ്ഞേക്കുന്നത് അമ്മയുടെ ജോലി ഇതാണ്, അച്ഛന്റെ ജോലി ഇതാണ്, നിന്റെ ജോലി ഇതാണ്. അങ്ങനെ ഒരിക്കലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത്. കുഞ്ഞുങ്ങൾക്ക് എല്ലാ ജോലിയും എല്ലാവരതുമാണ്. ഇവിടെ അമ്മ ഈ ജോലി കുറെ ചെയ്യണം, അച്ഛൻ ഈ ജോലി കുറെ ചെയ്യണം എന്നൊന്നുമില്ല. നമ്മളെല്ലാരും ഫാമിലി ആയിട്ട് എല്ലാ ജോലികളും നമ്മൾ ചെയ്യണം. ഈ ശരിക്കും സാറ് ചോദിക്കുന്ന ചോദ്യം എനിക്ക് മനസ്സിലായി, എങ്ങനെ നമുക്ക് ഒരു കുട്ടിക്ക് സെൽഫ് കോൺഫിഡൻസ് കുറവുണ്ടെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒറ്റ കാര്യം നോക്കിയാൽ മതി, ആ കുഞ്ഞ് ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിൽ നിന്നും വിഡ്രോ ചെയ്യും. എന്ന് പറഞ്ഞാല് ആ കുട്ടിക്ക് ഒന്നും ചെയ്യാനുള്ള ധൈര്യം കാണത്തില്ല. അത് കോമൺലി അതങ്ങനെ പർട്ടിക്കുലർ ഇൻസിഡന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ചില ഇൻസിഡൻസ് കാരണമായിരിക്കും അവർക്ക് എന്തുണ്ടാവുന്നത്, കോൺഫിഡൻസ് കുറവ്. അത് എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് കുറവാവണമെന്നില്ല. അവര് ചില കാര്യങ്ങളിൽ ഇപ്പൊ നന്നായിട്ട് കോൺഫിഡൻസോടെ അവര് ചെയ്യും. ചില കുട്ടികൾ ഡ്രൈവിംഗിൽ കോൺഫിഡൻസ് കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ കാറിൽ കയറുമ്പോൾ തന്നെ അവരെ പേടിപ്പിച്ചതുകൊണ്ടാണ് കോൺഫിഡൻസ് അവർക്ക് അതിൽ കുറയുന്നത്. ആ കുട്ടി നന്നായിട്ട് പഠിക്കുമായിരിക്കും, കാരണം പഠിക്കുന്നതിന് നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ട്. അപ്പൊ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത് എല്ലാ കാര്യത്തിലും വേണമെന്നുള്ളത് ഇല്ല. പിന്നെ വളർന്നു വരുന്ന സാഹചര്യം എല്ലാ രീതിയിലും മോശമാണ് എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ സെൽഫ് കോൺഫിഡൻസിനൊരു കുറവ് ഉണ്ടാവും. പാരന്റ് വാല്യുവേറ്റ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ എങ്ങനെയാണ്
കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന രീതിയിൽ നിങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സെൽഫ് കോൺഫിഡൻസ് കുറവുണ്ടാകും. നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നു ശ്രീറാം എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും തന്നെയാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ വീട്ടിൽ പൂട്ടിയിടുക, നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു കാര്യവും ചെയ്യിപ്പിക്കാതിരിക്കുക, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി അവരെയും നമ്മുടെ ഭയം മാറ്റി വെക്കുക. പിള്ളേർ ചെയ്യട്ടെ, അടിച്ചേൽപ്പിക്കാൻ. അവർക്കൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാവാൻ നമ്മൾ നോക്കിയാൽ മതി. കുട്ടികളിപ്പോ ഫോർ എക്സാമ്പിൾ സൈക്കിൾ ചവിട്ടി അങ്ങ് പോവുകയാണ്, നമ്മുടെ ഉള്ളിൽ പേടി ഉണ്ടാവും, ചിലപ്പോൾ ചെന്ന് മതിലിടിക്കും. ആ കുട്ടിക്ക് ഒരു കാൽക്കുലേഷൻ കാണും, ഇവിടെ എത്തുമ്പോൾ ബ്രേക്ക് പിടിക്കും. അതിന് മുന്നേ ആയിട്ട് നമ്മൾ കിടന്ന് വിളിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പേടിച്ചു പോകും, ചിലപ്പോൾ ചെന്ന് കൊണ്ട് ഇടിച്ചെന്ന് വരും. പക്ഷേ നമ്മളൊന്ന് വിളിക്കാതിരുന്നിരുന്നെങ്കിൽ ആ കുട്ടിക്ക് അവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയേനെ. നമ്മൾ അവിടെ എടുക്കേണ്ട പ്രിക്കോഷൻ ആ കുട്ടി ചെന്ന് ഇടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റണം. അത്രയും പ്രിക്കോഷൻ മതി. പിന്നെ ഇതൊരു ട്രോമ സ്റ്റേജ് ആയിട്ട് ചിലപ്പോൾ മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതൊരു സിമ്പിൾ എക്സാമ്പിളിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു കുഞ്ഞു ബേബി, ഒരു കുഞ്ഞു വാവ ഒരു മുയലിനെ കയ്യിൽ വെച്ച് കളിപ്പിക്കുന്നത് സാർ കൺസിഡർ ചെയ്യുക. ഇതേ സമയം ഒരു മിന്നലും തണ്ടറിന്റെ സൗണ്ടും കേൾക്കുന്നു. കുഞ്ഞ് കണക്ട് ചെയ്യുന്നത് തണ്ടറിന്റെ സൗണ്ട് കേട്ട് കുഞ്ഞ് പേടിച്ചു. കുഞ്ഞ് കണക്ട് ചെയ്യുന്ന ഈ റാബിറ്റ് പ്ലസ് തണ്ടറിന്റെ സൗണ്ട് എന്നാണ്. പിന്നെ എപ്പോഴൊക്കെ ഈ റാബിറ്റിനെ കാണുന്നോ അപ്പോഴൊക്കെ ഈ തണ്ടറിന്റെ സൗണ്ട് കേട്ട് റാബിറ്റിനെ പേടിയാവും. മനസ്സിലായോ? ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ അതിനെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്ന നമ്മുടെ സൗണ്ട്, നമ്മുടെ ആക്ഷൻസ്, ഇതാണ് കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തുന്നത്. ആക്ഷൻസ്. പിന്നെ ഒരു ഫിയർ ഫാക്ടറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഒരു കുഞ്ഞിന് തണ്ടറിന്റെ സൗണ്ട് പേടിയില്ല, പക്ഷേ മാഷ ബിയർ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ട്. ഇത് വന്നൊരു സിറ്റുവേഷൻ ആണ്. മാഷ ബിയർ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ട്. ഈ കാർട്ടൂണില് മാഷയ്ക്ക് തണ്ടറിന്റെ സൗണ്ട് പേടിയാണ്. അപ്പൊ ഈ കുട്ടി ഈ കാർട്ടൂൺ എപ്പോഴും കാണും. പണ്ട് തണ്ടറിന്റെ സൗണ്ട് പേടിയില്ലാത്ത കുട്ടി ഇപ്പൊ ആ കുട്ടിക്ക് തണ്ടറിന്റെ സൗണ്ട് പേടിയാണ്. അത് എവിടെ നിന്ന് വന്നു? കാരണം മാഷയ്ക്ക് ആ തണ്ടറിന്റെ സൗണ്ട് പേടിയാണ്. സോ ആ കുട്ടി മാഷയുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുകയാണ്. ഇങ്ങനെയും TV ഷോസിൽ നിന്ന് നമ്മൾ കാണുന്ന റീൽസിൽ നിന്നും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഫിയർ ഫാക്ടർ ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പൊ ഞാൻ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു കുട്ടി ആണെന്ന് വെച്ചോളൂ. അപ്പൊ വീട്ടുകാരെ ട്രൈ ചെയ്യുന്നു, ഒരുപാട് ചെയ്യുന്നു. അപ്പം ആ ഒരു കുട്ടിയെ അല്ലെങ്കിൽ കുട്ടികളെ ഇങ്ങനെ കൗൺസിലിംഗിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അവരെ മാറ്റാൻ പറ്റുമോ? അതെ, കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ വളർന്നു വരുന്ന 16, 18, 21 ഒരു അഡൾട്ട് ആയിട്ടാണെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റുമോ? അങ്ങനെ അവരെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ? അതെ, അത് ശരിക്കും പറഞ്ഞാൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പാരന്റ്സിന് തന്നെ ഈ പ്രോബ്ലംസ് ഹൂ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഹി ക്യാൻ സോൾവ്. ആരാണോ ആ പ്രശ്നം ഉണ്ടാക്കിയത് അവനത് സോൾവ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ പ്രശ്നം ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് പാരന്റ്സിന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ചിലപ്പോ ഇപ്പൊ വണ്ടി പോകുന്ന സമയത്ത് പോവല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ചപ്പോഴായിരിക്കും കുട്ടി വണ്ടിയെ പേടിച്ചത്. സോ എന്ത് ചെയ്യണം? സ്ലോ പോയിസൺ മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. പയ്യെ എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് താഴെ ഇറക്കി നോക്കുക. എന്നാലും കുട്ടിക്ക് ഇപ്പൊ റോട്ടിൽ ഇറങ്ങാൻ പേടിയാണ്. സോ ആദ്യമായിട്ട് ഒന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് താഴെ നിർത്തി നോക്കുക. അപ്പൊ കുട്ടി ചാടി മേളിൽ കയറും. അങ്ങനെ ഒരാഴ്ച ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പയ്യെ നടത്തിച്ചു തുടങ്ങുക, കൈ പിടിച്ച് നടത്തിച്ചു കൊടുക്കുക. അച്ഛൻ കൂടെയുണ്ട്, അമ്മ കൂടെയുണ്ട് എന്നുള്ള കോൺഫിഡൻസിന് കുട്ടിക്ക് കൊടുക്കുക. പിന്നെ തൊട്ട് കുട്ടി തനിയെ നടന്നു തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ സ്ലോലി കാര്യങ്ങൾ എടുക്കുക. അല്ലാതെ ഇന്ന് എന്നെ ഇറക്കി വിട്ടിട്ട് ഇന്ന് നീ നടന്നോണം എന്നുള്ള മെത്തേഡ് ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് ചെയ്യുക. അത് കുട്ടികൾക്കൊരു, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ? അതേപോലെ എപ്പോഴും കുഞ്ഞുങ്ങളുടെ ഷൂസിൽ നിന്ന് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ പാരന്റ്സിന് മിസ്റ്റേക്ക് അല്ല, നമ്മളെല്ലാം പാരന്റ്സ് ആണ്, നമ്മൾ വളർന്നു. നമ്മൾ ഒരിക്കലും കുഞ്ഞിന്റെ ആംഗിളിൽ നിന്ന് ഒരു കാര്യവും ചിന്തിക്കാറില്ല. നമ്മൾ നമ്മുടെ ആംഗിളിൽ നിന്നാണ് എപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ അതേസമയം നമ്മൾ ആ ഏജിൽ എന്ത് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞ് നമ്മളെക്കാളും എത്രയോ പെർഫെക്റ്റ് ആയി. സോ അത് ഇപ്പോഴത്തെ നമ്മളിപ്പോ വീട്ടിൽ ഫാൻ ഇട്ടാ ഫാൻ ഓഫ് ചെയ്യും, AC ഇട്ട AC ഓഫ് ചെയ്യും, ഗ്യാസ് പാത്രമൊക്കെ എടുത്തടുത്ത് വെക്കും. നമ്മുടെ ഈ കുട്ടിയും ഇതെല്ലാം ഇപ്പൊ തന്നെ ചെയ്യണം. പക്ഷെ നമ്മൾ ചെയ്തത് 40, 50 വയസ്സിലാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷെ 3 വയസ്സായ കുട്ടി ഇത് ചെയ്യണോന്ന് പറഞ്ഞാൽ ശരിയല്ല. ആ കുട്ടിയുടെ ഏജിൽ എന്തൊക്കെയാണ് അത് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾക്ക് അവിടെ ഒരു സേഫ് ആൻഡ് സെക്യൂർ അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അവര് ലൈഫിൽ ഒരുപാട് ഉയർച്ചകളിലേക്ക് എത്തും. അപ്പൊ നമുക്ക്, ഞാൻ പറഞ്ഞത്, വീട്ടിലൊന്ന് ശ്രമിച്ചു നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങളെ പോലെ എടുത്ത് വന്ന് നമ്മൾ കുറച്ച് കൗൺസിലിംഗ് ഇരിക്കേണ്ടി വരും അല്ലേ? ഒരു കോൺഫിഡൻസ്, ബേസിക്കലി ഇപ്പൊ കോൺഫിഡൻസ് ഇല്ലായ്മ പലയിടത്തും ഉണ്ട്. ഇപ്പൊ ജോലിക്ക് പോകാനുള്ള വിമുഖത, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ പോകുമ്പോൾ പലരോട് ചേർന്ന് പോകാനുള്ള വിമുഖത, ഒന്നും
ഒരു വല്ലാത്തൊരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇത് ഞങ്ങൾ പലപ്പോഴും ഈ കോൺഫിഡൻസിന് കൗൺസിലിംഗ് എടുക്കുമ്പോൾ ഇവരെയൊക്കെ ചൈൽഡ്ഹുഡ് എടുക്കുമ്പോഴത്തേക്ക് ഇവർ ഈ ചൈൽഡ്ഹുഡ് പറയുന്നുണ്ട്, പക്ഷെ ഒരിക്കലും ഒരച്ഛനും അമ്മയും ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല. കറക്റ്റ്. ഒരു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടാവണമെന്ന് പോലും ഒരു പാരന്റ്സും ചിന്തിക്കാറില്ല. പക്ഷെ നമ്മുടെ അറിവില്ലായ്മ നമ്മൾ ക്യൂർ ചെയ്താലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ഒരിക്കലും പഴയ ടെക്നിക്സ് യൂസ് ചെയ്ത് ഇപ്പോഴത്തെ പിള്ളേരെ വളർത്താൻ നോക്കിയാൽ നടക്കത്തില്ല. അന്ന് നമുക്ക് കമ്പ്യൂട്ടർ ഇല്ല, മൊബൈൽ ഇല്ല, നമ്മൾ വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ ലൈബ്രറി പോയി ബുക്ക് എടുത്ത് നോക്കണം. ഇന്ന് അവരെല്ലാം ഫിംഗർ ടിപ്പിലാണ്. നമ്മളുടെ 10 തലമുറ മുന്നിലാണ് അവരിപ്പോ ജീവിക്കുന്നത്. സോ പുതിയ പാരന്റിങ് ടെക്നിക്സ് മനസ്സിലാക്കുക, ആ പാരന്റിങ് ടെക്നിക്സ് യൂസ് ചെയ്യുക. എപ്പോഴും ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കുക കുഞ്ഞുങ്ങളുമായിട്ട്. ഇമോഷണൽ ബോണ്ടിങ് അത് അവരെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഈ ഇടയ്ക്ക് ഒരു ഇത് നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഷോർട്ട് എക്സ്പെരിമെന്റ് ആണ്. ഇതിനകത്തൊരു മങ്കിയുടെ അമ്മ മരിച്ചുപോയ മങ്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു അയൺ റോഡ് വെച്ചിട്ട് ഒരു മങ്കിയുടെ അമ്മയുടെ രൂപത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫുഡ്, ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരിടത്ത് നല്ല പഞ്ഞി കോട്ടൺ ഉള്ള ഒരു അമ്മയുടെ രൂപം ചെയ്തു വെച്ചിരുന്നു. ഈ മങ്കി ഫുൾ ടൈം പോയത് ശരിക്കും ഈ അയൺ റോഡുള്ള അമ്മയുടെ കയ്യിൽ നിന്ന് പാല് കുടിക്കാനും ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാനും ഒക്കെ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാരും വിചാരിച്ചു ഈ മങ്കിക്ക് ഈ അയൺ റോഡ് ആയിട്ട് ചെയ്ത അമ്മയാണ് ഇഷ്ടമെന്നാണ്. ആ ടൈം ഈ എക്സ്പെരിമെന്റ് ചെയ്ത ടീം ഇതിനകത്ത് ഒരു ഗോസ്റ്റ് പോലത്തെ ഒരു റോബോട്ടിക് സാധനത്തിനെ കയറ്റി വിട്ടു. ഈ കുഞ്ഞ് ആദ്യം ഓടിച്ചെന്ന് കയറിയത് ആ കംഫർട്ട് സോണായ അമ്മയുടെ അടുത്താണ്, ആ പഞ്ഞിന്നിരിക്കുന്ന അമ്മയുടെ അടുത്ത്. അതാണ് ഇമോഷണൽ ബോണ്ടിങ്. ഈ കുഞ്ഞുങ്ങളുടെ നീഡ്സ് നമ്മൾ അതാത് ഏജിൽ ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തു ഇത് വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് അതാത് നീഡ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതല്ല ശരിക്കും പാരന്റിങ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി. അവർ എത്രത്തോളം ഇമോഷണലി നമ്മളടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ, അവർ എത്രത്തോളം ഇമോഷണലി നമ്മുടെ കാര്യങ്ങൾ പറയുന്നോ, എത്രത്തോളം നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നോ, അതാണ് അവരെ സെൽഫ് കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ശാസ്ത്രം നമ്മുടെ ചിലപ്പോൾ പല പേരൻസിനും അങ്ങനെ തെറ്റുകളോട്ട് പറ്റിപ്പോടെ ഇമോഷണൽ ആയിട്ട് ബോണ്ടിങ് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു അച്ഛനെയും മോളെയും എടുക്കാം. ഈ അച്ഛനെയും മോളെയും എടുക്കുമ്പോഴത്തേക്ക് മോൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും അച്ഛൻ മോളെ എന്ന് വിളിക്കണമെന്ന്. ഓക്കെ, ജീവിതകാലത്ത് മൊത്തത്തിൽ അച്ഛൻ ഒരിക്കൽ പോലും അങ്ങനെ വിളിച്ചു കാണില്ല. ഇത് തിരിച്ചറിയുന്ന അച്ഛൻ ഒരിക്കലെങ്കിലും മോളെ എന്ന് വിളിച്ച ആ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടാവുന്ന സന്തോഷം. നമുക്ക് തെറ്റെല്ലാവർക്കും പറ്റും. ആ തെറ്റിനെ ആർക്ക് തിരുത്താൻ തയ്യാറാവുന്നോ അവിടെ ലൈഫിലെ പല പ്രോബ്ലംസും തീരും. അതിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. അവിടെ ഈഗോ ലെവൽ സീറോ അതെ, അക്സെപ്റ്റ് ചെയ്യാനാണ്. ഇപ്പൊ അച്ഛൻ ചിന്തിക്കുകയാണ് ഞാൻ ഇനി ഈ പ്രായത്തിൽ ചെന്ന് അങ്ങനെ ഞാൻ മോളെ എന്നൊക്കെ വിളിക്കുക, അപ്പൊ എന്റെ ഇതെന്താവും എന്ന് അങ്ങനെ ചിന്തിക്കാതെ എന്റെ മോക്ക് അതിലൊരു സന്തോഷം വരുമെങ്കിൽ. എപ്പോഴും പാരന്റിങ്ങിൽ ഞാൻ കാണുന്ന ഒരു ഡീമെറിറ്റ്, നമ്മൾ പിള്ളേർ വളരും തോറും നമ്മൾ സ്ട്രിക്റ്റ് ആയി വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം അവരങ്ങനെ വളർത്തിയാലേ അവർ തെറ്റായ വഴികളിൽ പോകില്ല എന്നുള്ള ചിന്തയാണ് പാരന്റ്സിനുള്ള. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 10 വയസ്സ് വരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്ത്, 11 വയസ്സ് തൊട്ട് സ്നേഹത്തിൽ വളർത്ത്. കാരണം എന്ന് വെച്ചാൽ സാറൊന്ന് ഒരു എക്സാമ്പിളിൽ കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ആനയെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് ആന വലുതായിട്ടല്ല, ആന കുഞ്ഞായിരുന്നപ്പോഴാണ് ആനയെ ട്രെയിൻ ചെയ്യുന്നത്. ഈ ആനയുടെ ഒരു പ്രത്യേകത സാറിന് അറിയോ? ആനയുടെ കാലിൽ പണ്ട് കുഞ്ഞായിരിക്കും ഒരു ചരടിട്ട് കെട്ടും. ചരടിട്ട് കെട്ടിയിട്ട് ആനയെ ഒരു ഇതിൽ കെട്ടുമ്പോ അന്ന് ആനയ്ക്ക് അത് പൊട്ടിക്കാൻ പറ്റില്ല. ഇന്നും ആന ചങ്ങല പിടിച്ച് വലിച്ച ചങ്ങല പൊട്ടും. ആനയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടത് പൊട്ടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ആ കുഞ്ഞിന് കൊടുത്ത ട്രെയിനിങ് ആണ്. പക്ഷെ വലുതായിട്ട് അതിനെ ഉപദ്രവിക്കേണ്ടി വരുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ ട്രെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ട മെത്തേഡ്. കുഞ്ഞിലെ അവർക്ക് എല്ലാ സ്വഭാവശീലങ്ങളും ഉണ്ടാക്കി കൊടുക്കുക. 15 വയസ്സായിട്ട് ഞാനത് പഠിപ്പിക്കാം അല്ല, അതിപ്പോഴേ പഠിപ്പിക്കും. അത് പഠിപ്പിച്ച് എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യണം. ഇപ്പോ നമ്മൾ കഴിഞ്ഞ ഇതിൽ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തതുപോലെ എക്സാം സ്ട്രെസ് എന്തുകൊണ്ട് വരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പഠിത്തം എന്നുള്ളത് ഇഷ്ടപ്പെടണം. ആ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവര് സ്ട്രെസ് ഇല്ലാതെ പഠിക്കും. എല്ലാ കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെടുത്തി കൊടുക്കുക. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പാരന്റ്സ്. അപ്പൊ അവർക്ക് തോന്നും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ എന്റെ പാരന്റ് എന്റെ കൂടെ നിൽക്കും എന്നുള്ള. അങ്ങനെയൊക്കെ നമ്മൾ ഒരുവിധം നല്ല പാരന്റിങ് ഇപ്പൊ ചെയ്യുന്ന അഴുക്ക പാരന്റിങ് എന്നല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ അറിവില്ലായ്മ.
അതെ. പുതിയ പുതിയ സാഹചര്യം അനുസരിച്ചുള്ള പേരൻസ് മാറി അതിൻ്റെ പുതിയ പേരന്റിങ് ടിപ്സ് ആണ് നമ്മള് പറഞ്ഞു അതെ കൊടുക്കുന്നത്. ഒരു ചേഞ്ച് നമുക്ക് വരുത്തി നോക്കാം. പിന്നെ നമുക്ക് പൂർണ്ണമായി കുഞ്ഞുങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. ഇവര് നമ്മുടെ സിറ്റുവേഷൻസ് യൂട്ടിലൈസ് ചെയ്ത് കളയും. ഇമോഷണലി നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യും, എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തരണം. അതെ, ഇതിനകത്ത് തന്നെ ഇപ്പൊ ഞാൻ അതിലേക്ക് കിടക്കും, കോൺഫിഡൻസ് ഇല്ലായ്മ. ഈ കോൺഫിഡൻസ് ഇല്ലായ്മയിൽ വരുമ്പോഴത്തേക്ക് കൂടുതൽ കള്ളം പറയുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട്. സാർ ഇപ്പൊ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. ഈ നമ്മുടെ അടുത്തുള്ള അതിനാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾ വന്ന് വൈകിട്ട് പറയാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക. ഇല്ലാത്ത പക്ഷം ഇവർ നമ്മൾ ഈ ഒളിച്ച കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ചെയ്തു തുടങ്ങി കഴിയുമ്പോൾ ഇന്ന് നമ്മൾ ഇപ്പൊ റീസെന്റ് നമ്മൾ ഈ സൊസൈറ്റി കാണുന്ന പ്രോബ്ലംസിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ കോൺഫിഡൻസിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പേരന്റിങ്ങിന്റെ എത്രത്തോളം യൂസ്ഫുൾ ആണ്, ഒരു പുതിയ ടെക്നിക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ട് ആണ് ഒരു പുതിയ കുട്ടിയെ വളർത്തിക്കൊണ്ട് വരേണ്ടത്. ഇന്നത്തെ സൊസൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചലഞ്ചസ് ഒക്കെ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പേരൻസ് ഈക്വലി റെസ്പോൺസിബിൾ ആണ്. കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ കുറച്ച് വ്യൂവേഴ്സ് ഈ കോൺഫിഡൻസ് ഇല്ലായ്മ എങ്ങനെ മാറ്റാം എന്ന ചോദ്യത്തിനാണ് ശ്രീറാം ഉത്തരം പറഞ്ഞത്. അതിലുപരി നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ അത് ബുദ്ധിമുട്ടാണെങ്കിൽ ശ്രീറാമിനെ വന്ന് നമുക്ക് നമ്പേഴ്സ് എല്ലാം ഞങ്ങൾ ഇതിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് നേരിട്ട് ശ്രീറാമനെ ബന്ധപ്പെടാം. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് കൗൺസിലിംഗ് സെക്ഷനിലൂടെ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതിപ്പോ ഞാൻ തന്നെ ആവണമെന്നില്ല, നിയർ ബൈ ഉള്ള കൗൺസിലേഴ്സിനെയോ സൈക്കോളജി കൗൺസിലേഴ്സിനെയോ ഒക്കെ മീറ്റ് ചെയ്ത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല, അല്ലെങ്കിൽ അതൊരു നമ്മുടെ നാട്ടിലൊരു പൊതുവെ ഒരു തോട്ടുണ്ട്. അങ്ങനെയല്ല, അത് ചില സമയം വി നീഡ് ടു ടേക്ക് ആൻ എക്സ്റ്റേണൽ ഹെൽപ്പ്. ആ ഹെൽപ്പ് എടുക്കുക, പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്സ് എടുക്കുക, സന്തോഷമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ. അപ്പം ശ്രീറാം പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ടേക്ക് ഇറ്റ് ഔട്ട്, ഗോ ആൻഡ് ടോക്ക് ടു എ കൗൺസിലർ. ഇന്നത്തെ ഒരു നല്ലൊരു യുവതലമുറ വളർത്തിയെടുക്കാനായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ എപ്പിസോഡ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. കണ്ടത് വളരെ സന്തോഷം. ഇനിയും നമുക്കൊരു പുതിയൊരു എപ്പിസോഡായിട്ട് വരും. താങ്ക് യു വെരി മച്ച്.